സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട പ്രധാനപ്പെട്ട CPM നേതാവാണ് പത്മകുമാർ. കേസിൽ ജയിലിൽ കഴിഞ്ഞിട്ടും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പത്മകുമാറിനെതിരെ കടുത്ത നടപടിയെടുക്കാൻ പാർട്ടി തുനിഞ്ഞിരുന്നില്ല. അന്തിമ കുറ്റപത്രം വരട്ടെ എന്നായിരുന്നു നേതൃത്വത്തിന്റെ നിലപാട്. വാർത്താ സമ്മേളനങ്ങളിലൊക്കെ MV ഗോവിന്ദൻ അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സ്വർണ്ണക്കൊള്ളക്കേസും പാർട്ടിയുടെ മയമുള്ള നിലപാടുമാണെന്ന് അംഗങ്ങൾ നിലപാടെടുത്തതോടെ നേതൃത്വം വെട്ടിലായിരിക്കുകയാണ്. ഇതോടെയാണ് ഒടുവിൽ പാർട്ടി നടപടിയിലേക്ക് കടക്കുന്നത്. സായ്കുമാറാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. സായ്കുമാർ, ഇന്നിപ്പോൾ MV ഗോവിന്ദൻ മാഷിന്റെ പ്രതികരണവും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും ഒക്കെ നമ്മൾ കാണുകയായിരുന്നു. മുൻപ് AKG സെന്ററിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ ചോദ്യം ഉയരുമ്പോഴൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും ശരീരഭാഷയും നമുക്ക് ഓർമ്മയുണ്ട്. അന്തിമ കുറ്റപത്രം വരട്ടെ, ഒന്നും ആയില്ലല്ലോ എന്നൊക്കെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരിച്ചറിവുണ്ടാകുന്നു, പാർട്ടി തിരുത്തുന്നു, നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അല്ലേ? തീർച്ചയായും വിനീത, ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട വലിയ തോൽവിക്ക് പിന്നാലെ ഒരു തെറ്റുതിരുത്തൽ നടപടിയിലാണ് ഇപ്പോൾ പാർട്ടി. ഈ കഴിഞ്ഞ കീഴ്ഘടകങ്ങളിലൊക്കെ പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്ന ഒരു വിലയിരുത്തൽ നടത്തിയപ്പോൾ അവിടെയൊക്കെ ഉയർന്നു കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടി എടുത്ത നിലപാടാണ്. അവിടെ പ്രതിസ്ഥാനത്ത് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പത്മകുമാർ അതിൽ പ്രതിസ്ഥാനത്ത് വന്നിട്ടും അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ടും എന്തുകൊണ്ട് പാർട്ടി നടപടിയെടുത്തില്ല എന്നുള്ള ചോദ്യം പാർട്ടി അംഗങ്ങൾ തന്നെ കമ്മിറ്റികളിൽ നേതാക്കൾക്ക് മുന്നിൽ ഉയർത്തി. ജനങ്ങൾക്ക് മുന്നിൽ അത് വിശദീകരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. നടപടിയെടുക്കാത്തത് തെറ്റായ ഒരു സന്ദേശം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി. അതും തോൽവിയുടെ ഒരു കാരണമായി വിലയിരുത്തപ്പെട്ടു. അങ്ങനെയാണ് ഇനി നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതിലേക്ക് പാർട്ടി എത്തിയത്. അതുകൊണ്ട് കൂടിയാണ് നാളെ ഇപ്പോൾ നിർണായകമായ ഒരു ജില്ലാ കമ്മിറ്റി യോഗം നടക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കും. പത്മകുമാറിനെതിരെ നടപടി വരും. യഥാർത്ഥത്തിൽ ഇപ്പോൾ പാർട്ടി നടപടിയെടുക്കാൻ നിർബന്ധിതരായത് എന്ന് പറയേണ്ടി വരും. ഇനി നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നേതൃത്വം പലതവണ ഈ കേസ് വന്നപ്പോൾ പത്മകുമാറിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ മുതൽ പല ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയോടായാലും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോടായാലും മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചതാണ്. പക്ഷേ അപ്പോഴൊക്കെ ഒരു അഴകുഴമ്പൻ മറുപടിയാണ് ആ വിഷയത്തിൽ പാർട്ടി നൽകിയത്. കുറ്റപത്രം വരട്ടെ എന്നായിരുന്നു അന്നൊക്കെ നൽകിയിട്ടുള്ള മറുപടി. പക്ഷേ ഇനി കുറ്റപത്രത്തിനായി പാർട്ടി കാത്തിരിക്കുന്നില്ല. നടപടിയിലേക്ക് പാർട്ടി കടക്കുകയാണ്. ശരി, ഏതായാലും പത്മകുമാർ നാളെ പുറത്തു പോകുമെന്നാണ് അറിയേണ്ടത്. ഡോക്ടർ തോമസ് ഐസക് തന്നെ പങ്കെടുക്കുന്ന യോഗത്തിലെടുക്കുന്ന